ഒടുവിൽ മാധ്യമങ്ങൾക്കെതിരെ ചില മാധ്യമങ്ങൾക്കെതിരെ സുരേഷ് ഗോപിയുടെ പരാതി എന്താണ് സാഹചര്യം? പരാതി കൊടുക്കേണ്ടത് തന്നെയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കുറച്ച് സൗജന്യങ്ങൾ അവർ പത്രക്കാർക്ക് അനുവദിക്കാറുണ്ട്. പലരും മറന്നു പോകുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. പത്രപ്രവർത്തകർക്ക് തന്നെ മറന്നുപോകും. ഒരു മാധ്യമപ്രവർത്തകൻ, അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞതാണ്, നമുക്ക് ചില പ്രത്യേക അവകാശങ്ങൾക്ക് ഇല്ല. വെറും മിഥ്യാധാരണ. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന 19(1)(a) പ്രകാരം അറിയാനും പറയാനും ഉള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കുണ്ട്. ആ അവകാശം മാത്രമേ ഉള്ളൂ മാധ്യമപ്രവർത്തകർ. ചിലരൊക്കെ തങ്ങൾക്ക് കൊമ്പുണ്ടെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. ആ പത്രക്കാരെ മൊത്തത്തിൽ കെണിയിലാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഈ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് നോക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ അനുവദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മന്ത്രി. ആ മന്ത്രിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന വിഷ്ണു എന്ന് പറയുന്ന ആളിനെ തള്ളി മാറ്റിക്കൊണ്ട് പത്രപ്രവർത്തകർ അവരുടെ ചോദ്യം, അത് ശരിയല്ല. ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. പത്രപ്രവർത്തകർ ചെയ്യാറുണ്ട്. ബ്രിട്ടനിലായാലും US-ലായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ചോദ്യം ചെയ്യുക. ചാൾസ് രാജകുമാരനുണ്ടോ, ഡയാന രാജകുമാരിയോടൊക്കെ ചോദ്യം. പപ്പരാസികളുടെ കാര്യമല്ല ഞാൻ പറയാം. മാധ്യമപ്രവർത്തകർ ചോദിക്കാം. ചോദിച്ചാൽ അവർ ഉത്തരം പറയാൻ പപ്പരാസികൾക്ക് ഒരു മര്യാദയൊക്കെ ഉണ്ട്. പുറകെ നടക്കും. അവർ പുറകെ നടന്ന് ഓടിച്ച്. അങ്ങനെയാണല്ലോ ഡയാന രാജകുമാരി അപകടത്തിൽ പെട്ടുപോയി. അതുപോലെ അവർ പാപ്പരാസികളാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഇവിടെ ഒരു നിയന്ത്രണം പാലിക്കായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ വിരൽ ചൂണ്ടിക്കൊണ്ടൊക്കെ ഡയലോഗ് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ അദ്ദേഹം നിയമങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഒരു സ്വകാര്യ സന്ദർശനത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ അമ്മയെ പറ്റി ഒന്നും സംസാരിക്കില്ല. അങ്ങനെ വല്ല നിയമവും ഈ രാജ്യത്തുണ്ടോ? പറയുന്നത് 19(1)(a) 19(1)(a) എന്ന് പറയുന്ന വകുപ്പ് അങ്ങനെ റെസ്ട്രിക്ഷൻ വല്ലാതെ കണ്ട് പിന്നെ എന്നെയോ താങ്കളെയോ ആരും ആയിക്കോട്ടെ ഒരു മനുഷ്യന്റെ പിന്നാലെ നടന്നു അത് ഉപദ്രവിക്കുന്നതിന്റെ ഒടുവിലത്തെ അല്ല, അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ട് സഹിക്കാതെ വയ്യാതെ വന്നപ്പോഴല്ലേ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു. കാരണത്തോട്ട് കയറാൻ സമ്മതിക്കാതെ വാദന്റെ മുമ്പിൽ നിന്ന എന്ത് വിവരക്കേടായി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് വരുന്നത് പുത്തരിയൊന്നുമല്ല. പക്ഷെ ഇത് അവർക്ക് പുത്തരിയൊന്നും അല്ലായിരിക്കാം. പക്ഷെ ഇത് മറ്റു പലതിലേക്കും വെളിച്ചം വീശാൻ ഇടയുള്ള ആ ഒരു കേസാണ്. അതെ, കേസാണ്. ഇവരുടെ ഒരു ആകാംക്ഷയോട് സുരേഷ് ഗോപി ഇതിനെ പറ്റി എന്ത് പറയും എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ അത് പൂരിപ്പിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. ശരി തന്നെ. പക്ഷേ ഈ കാറിന്റെ വാതിൽക്കൽ കയറി നേർന്ന് മാധ്യമപ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. അതിനൊക്കെ ഒരു സ്പേസ് ഇല്ല. ആ സ്പേസിൽ നിന്നുകൊണ്ട് വേണ്ടേ ചെയ്യും. അതുപോലെ സുരേഷ് ഗോപി ഗണേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ, എനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഒന്നുമില്ല, ഞാനൊന്നും പ്രതികരിക്കാം. നോ കമന്റ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, പുള്ളി അങ്ങനെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. കോടതിയുടെ പരിഗണനയിലാണല്ലോ, കോടതിയൊന്നും പറഞ്ഞിട്ടില്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ മറുപടി പറഞ്ഞല്ലോ. അതെ പറഞ്ഞു. അതോടുകൂടി തൃപ്തരാകേണ്ടതായിരുന്നു അവർ. അതാ ഞാൻ പറയുന്നത്. കാറിനടുത്തേക്ക് അദ്ദേഹം ഇത് കഴിഞ്ഞ് പോകാൻ നേരത്തെ അങ്ങനെ പുറകെ കൂടി. അതൊരു പുതിയ പത്രപ്രവർത്തന അഗ്രസീവ് ശൈലിയായിട്ട് കൊണ്ടുവരേണ്ട കാര്യം ഇന്ത്യയിലുണ്ടോ? വിദേശങ്ങളിലൊക്കെ ഉണ്ട് അഗ്രസീവ് ജേർണലിസം. ഇവർക്കാകാം, പക്ഷേ ഈ പിന്നെ മറുഭാഗത്തുള്ള ഒരാൾക്കും അങ്ങനെ ആയിക്കൊണ്ടെന്ന് വിദേശങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ Z കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷയൊന്നുമില്ല. അവർ ട്രെയിനിൽ കയറിയാണ് പോകുന്ന മന്ത്രിമാരെ. നമുക്കറിയാം, സ്വീഡനിലൊക്കെ മന്ത്രിമാർ കയറി പോകുന്നത് സാധാരണക്കാരെ പോലെ ട്രെയിനിലാണ്. ചില രാജ്യങ്ങളിൽ സൈക്കിളിലാണ് വരികയും പോവുകയും ചെയ്യുന്നത്. സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല അവിടെ ഇങ്ങനെയുള്ള ഭീകരന്മാരുടെ ഒരു വേതാള വാഴ്ചയൊന്നുമില്ല. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. പെരുമ്പതൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഇങ്ങനെയാണ്. പത്രപ്രവർത്തകന്റെ വേഷത്തിൽ വന്ന LTT തീവ്രവാദിനികൾ പൂമാല അണിയിക്കുന്ന മട്ടിൽ, ഹാരമണിയിക്കുന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചേർത്തിയത് വർണ്ണമാല്യമായിരുന്നില്ല, മരണമാല്യമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോ തീർച്ചയായിട്ടും ഒരു അകലം പാലിക്കേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി പഴയ സുരേഷ് ഗോപി അല്ല. ആ സുരേഷ് ഗോപി എന്ന് പറയുന്നത് MP മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി ഒക്കെ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. വേറെ പത്രക്കാരായിട്ടൊന്നും സെക്യൂരിറ്റി ഒന്നും ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഇഷ്ടമല്ല. ആ സെക്യൂരിറ്റിയുടെ നിയമം പാലിച്ചു പറ്റും ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ. അല്ലാതെ പത്രക്കാർക്ക് പോകുമ്പോൾ പ്രത്യേക അവകാശം ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. അമേരിക്കയിലുണ്ട്. US-ലെ പത്രപ്രവർത്തകർക്ക് പ്രത്യേക പ്രിവിലേജ് എന്ന് പറയും. അത് ഉണ്ടവർക്ക്. ഇവിടെ നമ്മുടെ ഭരണഘടന അതൊന്നും അനുവദിച്ചിട്ടില്ല. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള വരുന്നു, പരാതി പോയിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് സുരക്ഷാ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ
രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി എന്നുള്ള ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ NIA-ക്കാർ വന്ന് ഇടപെടും. അത് വരുമ്പോ ഈ കേരള പോലീസ് ഇടപെടുന്ന പോലെ അത്ര നിസ്സാരമായിരിക്കില്ല. PF-നെയൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് പോപ്പുലർ ഫ്രണ്ട്. NIA-ക്ക് ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇത് ചെറിയ കേസ് മാത്രമാണ് എങ്കിലും പത്രക്കാർ ഇപ്പൊ കെണിയിലായിരിക്കുക. വാസ്തവത്തിൽ അദ്ദേഹത്തിനെ ഇത്ര പ്രകോപിപ്പിക്കേണ്ട ഒരാവശ്യവും മാധ്യമപ്രവർത്തകർക്കും ഉണ്ടായില്ല. അത് ഒരു വികാര ജീവിക്കുകയാണ്. പരിധിയിലധികം പ്രകോപിപ്പിക്കേണ്ട യാതൊരാവശ്യവും മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായില്ല. പരമാവധി പിടിച്ച് താഴേക്ക് വലിച്ചിടാൻ ഇലക്ഷന് മുമ്പ് തന്നെ പിന്നെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. അപ്പൊ അത് സാധിച്ചില്ല. സാധിക്കാത്ത വന്നതിന്റെ ഒരു അമർഷം എപ്പോഴും അവർക്കുണ്ട്. അത് ശരിയായില്ല എന്നുള്ള അമർഷം. അപ്പൊ വീണ്ടും 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 പ്രകടിപ്പിച്ച് വാക്കുകൾ കൊണ്ട് വെടിവെച്ചിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൈക്ക് കൊണ്ട് കഴുത്തിന് നേരെയും മുഖത്തിന് നേരെയും ചുറ്റിപ്പിടിച്ചത്. തന്നെയല്ല, അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ തീറ്റയാണ് ഇതെന്ന്. മാധ്യമ പ്രവർത്തകന്റെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്. സുരേഷ് ഗോപി സിനിമയിൽ ഇരിക്കുമ്പോ പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് ചെയ്തില്ലേ? അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ആ വേഷം അഭിനയിക്കുക. ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരങ്ങൾ തേടുക, അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകന്റെ പരമപ്രധാനമായിട്ട് ഡ്യൂട്ടി അല്ലേ? ചോദ്യം ചോദിക്കുക. പക്ഷേ അല്ല, അത് താങ്കളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇതേ ആർജവം ചോദ്യം ചോദിക്കാൻ ആദ്യം കേരളത്തിലെ മറ്റു നേതാക്കളെ ചോദിക്കാത്തുണ്ടോ? ചിലരെ പേടിയുണ്ട്. അപ്പൊ ഈ അവസരം കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. സുരേഷ് ഗോപി കുറ്റം പറയുമ്പോൾ ഞാൻ അത്ര ചിന്തിച്ചു. യന്ത്രാന്വേഷണം ഉണ്ട്. ഇതിപ്പോ സുരേഷ് ഗോപി എന്തെങ്കിലും പറയുമോ? BJP-യുടെ നയത്തിനെതിരായിട്ട് ആക്കാം, അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കാം. അതിന്റെ ഒരു മനുഷ്യന്റെ പിന്നെ സ്വകാര്യതയെ നമ്മുടെ സുരേഷ് ഗോപിയോ അത് മുകേഷോ ആരും ആയിക്കോട്ടെ, ഇത് പിന്നെ നമ്മുടെ വ്യക്തിപരമായ വലയങ്ങൾക്കുള്ളിൽ പെടുന്ന ആൾക്കാരല്ലേ അവര്. അപ്പൊ എങ്കിൽ പോലും നമ്മളൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ മനുഷ്യന്റെ എല്ലാവിധ സ്വാതന്ത്ര്യത്തിനുള്ളിലേക്ക് കടന്നു കയറിയിട്ട്, സ്വകാര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് ഉള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനെയും അത് കമ്മീഷന്റെ കഥാപാത്രമായിട്ടും തലസ്ഥാനത്തിലെ കഥാപാത്രവും ഒക്കെ കൊണ്ട് വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷയില്ല. ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ഒരു അതിന്റെ ശരീരഭാഷ ഇത്തരത്തിലുള്ളതാണ്. സംസാരം മറ്റൊരു വൈകാരിക തലത്തിൽ കൂടി കടന്നു പോകുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പിന്നെ ഇതിനെ പല മാധ്യമങ്ങളും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റാരോടും കാണിക്കാത്ത ആ ഒരു പിന്നെ രക്തത്തിളപ്പ്, ചോരത്തിളപ്പ് ഈ മൈക്ക് നീട്ടുമ്പോൾ മാത്രം കാണിക്കുമ്പോ അതിൽ അമർഷം പൂണ്ട സുരേഷ് ഗോപി സ്വാഭാവികമായിട്ട് പ്രതികരിക്കാതിരിക്കുന്നത്. അതെ, കൂടുതൽ അമിതമായ സ്വാതന്ത്ര്യം അങ്ങനെ കാണിക്കാൻ പാടില്ല. അത് സ്വദേശി അഭിമാനി രാമകൃഷ്ണനുള്ള തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പത്രപ്രവർത്തകന്റെ നിലപാടിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അതല്ലേ അതിന്റെ ശരിയായിട്ടുള്ളൊരു മാർഗം. ചോദിക്കാം, ഒരു കോർണറിൽ അവിടെ നിൽക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ഒരു കുറച്ചുകൂടി മാന്യമായി ചിന്തിച്ച അവർ മറുപടി പറയും. ഇപ്പൊ എത്രയോ തവണ ഇദ്ദേഹത്തെ ആ രീതിയിൽ നിന്നുകൊണ്ട് പ്രകോപിപ്പിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓടി എടുക്കുകയാണ്, ടൈപ്പോഡ് നിന്നൊക്കെ എടുത്ത് ഓടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതല്ലേ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകാം. എടുത്തുകൊണ്ട് ഓടുക മാത്രമല്ല, ഇപ്പൊ മാധ്യമപ്രവർത്തനം പട തന്നെയാണ്. എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. നമ്മുടെ കാലത്തെയൊക്കെ മാധ്യമപ്രവർത്തനം പോലെ എണ്ണം ചുരുങ്ങിയതല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേരുണ്ട്. ഇവർ തമ്മിലുള്ള മത്സരമാണ്. ആദ്യം മുമ്പേ കാറിന്റെ മുമ്പിൽ എത്തുന്ന ആര് എന്നുള്ള ഒരു മത്സരവും അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും തങ്ങൾക്ക് മുമ്പേ എത്തിക്കൊണ്ട് തന്റെ സാന്നിധ്യം അറിയിക്കും. ടു ഫീൽ യുവർ പ്രസൻസ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപിക്ക് നേരത്തെയും സല്യൂട്ട് അടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അഭിപ്രായങ്ങളുണ്ടെന്ന് പറയുന്നില്ല. അത് ചോദിച്ചാണോ ഇത് വാങ്ങിക്കേണ്ടത്, പിന്നെ ഈ ബഹുമാനം വാങ്ങിക്കേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ മനഃപൂർവ്വം രണ്ടുപേര് കടന്നു പോകുന്നിരിക്കട്ടെ, രണ്ട് സമാന പിന്നെ സ്റ്റാറ്റസിലുള്ള രണ്ടുപേര് കടന്നു പോകും. ഒരാളെ സല്യൂട്ട് അടിക്കുകയും മറ്റൊരാളെ സല്യൂട്ട് അടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ മാത്രമല്ല, പോലീസിന് നേരെയും അദ്ദേഹത്തിന്റെ അയർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞ ഒരു വാർത്ത, ഞാനന്ന് ദൂരദർശന്റെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഓഫ് റെക്കോർഡായിട്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതാണ്. അത് വന്നിരുന്നെങ്കിൽ അത് കേരളത്തിൽ CPM-ന്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി സുരേഷ് ഗോപിന്റെ വീടിന് അവർ തീരെത്തിച്ചു. അതുപോലത്തെ ഒരു കാര്യം ഈ ദൂരദർശന്റെ ഒരു നയത്തിൽ പെട്ടതല്ലാത്തതുകൊണ്ട്, അവരുടെ ഹൗസ് പോളിസിയിൽ പെട്ടതല്ലാത്തതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. വളരെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു വിമർശനമാണ് ഇത്. കൊല്ലത്ത് എന്താ പറയുക, നാറി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ചില്ല. അതിനെക്കൊണ്ടൊക്കെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം വിമർശിച്ചു. ആ സമയം വിമർശിച്ചു, ഒരു കാര്യമില്ലാതെ. എ.വി. വാജ്പേയിയുടെ
മരണത്തെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം അതിരൂക്ഷമായ ഒരു വികാര ജീവിയാണ്. ഒരു രാഷ്ട്രീയക്കാരുള്ള പക്വതയില്ല, ഒരു മന്ത്രിക്കുള്ള പക്വതയില്ല, പൊട്ടിത്തെറികൾ ഉണ്ടാവും. ആ പൊട്ടിത്തെറികൾ കൊണ്ട് എന്തുണ്ടാവും? വാർത്തകൾ ഉണ്ടാവും. ഈ വാർത്തകളിൽ നിന്നും അദ്ദേഹം വീണ്ടും വികാര ജീവിയായിട്ട് പ്രതികരിച്ചാണ് ഇപ്പൊ അന്വേഷണത്തിൽ ഉത്തരവിട്ടത്. മലയാളത്തിലെ മലയാളികളോട് ഇങ്ങനെ വേണം, തൃശ്ശൂരിന്റെ തട്ടകത്തിൽ ജയിച്ച ഒരാൾ ഇങ്ങനെ വേണം പോലീസിനെ പ്രകോപിപ്പിക്കുക, അനാവശ്യമായിട്ട് BJP തന്നെ പ്രകോപിപ്പിക്കുക, അമിത്ഷായെ പ്രകോപിപ്പിക്കുക, അദ്ദേഹത്തിന്റെ പേര് രക്ഷിച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ഞാൻ സിനിമയിലേക്ക് തിരിച്ചു പോകും പോയപ്പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സിനിമ മന്ത്രിസ്ഥാനം തനിക്കേറ്റ അലങ്കാരമല്ലെന്നും താല്പര്യമില്ലെങ്കിൽ വെച്ച് പോകേണ്ട സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനല്ലേ. ഇത് പൊതുവേദികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട്.